പ്രൈസലോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സംഗീത പുസ്തകം 46-ാം അധ്യായം എൻ്റെ 7-ാം വാക്യം. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ഭാഗം, സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. പ്രവേശനം നമ്മുടെ കഴിഞ്ഞകാല ജീവിത ചരിത്രം ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ മരുഭൂമി യാത്ര, അല്ലേരിയ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കാലം തൊട്ട് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെത്തുന്ന വരെ അവിടെ യാത്രയിൽ അനേക ദുർഘടങ്ങൾ, പ്രതികൂലങ്ങൾ, സാഹസങ്ങൾ കൊണ്ട് നിറയപ്പെട്ട യാത്രയായിരുന്നു ഇസ്രായേലിൻ്റെത്. പ്രവേശനം അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു. എന്നാൽ അവിടെയെല്ലാം യാക്കോബിന്റെ ദൈവം ഒരു ദുർഗമായി. ഇവരുടെ ദൈവം അവരോട് കൂടെയിരുന്നു. പ്രവേശനം സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം നാം ഇസ്രായേൽ ചരിത്രം പഠിച്ചാലും ഇസ്രായേൽ അന്നും ഇന്നും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളെ വേണം തരണം ചെയ്യാൻ. എത്രമാത്രം വെല്ലുവിളികൾ ഇസ്രായേലിന് നേരെ അന്നും ഇന്നുമുണ്ട്. ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളാണ് ഒന്നിച്ചെഴുന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇസ്രായേലിന്റെ ഭൂമുഖത്വം തുടച്ചു മാറ്റാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുക. കാരണം ദൈവവചനം പറയുന്നു, സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നത്. സൈന്യങ്ങൾ യഹോവ ഇസ്രായേലിനോട് കൂടി ഇരിക്കുന്നിടത്തോളം കാലം, യാക്കോബിന്റെ ദൈവം ദുർഗമായിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് മേൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. പുതിയതും പഠിക്കുമ്പോൾ ഇമ്മാനുവേലായിരുന്നു നമ്മോടുകൂടെ, ദൈവം എന്നർത്ഥമുള്ള, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പം ദൈവത്തിന്റെ സംരക്ഷണം ദൈവമക്കൾക്കുള്ളത് കൊണ്ട് ദൈവമക്കൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ദൈവം അവരെ കൈവിട്ട് കളയാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. രക്തം ചെയ്യും. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാവി, പ്രതികൂലങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, സാഹസങ്ങൾ കൊണ്ട് നിറയപ്പെട്ട, ദുർഘടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് പലപ്പോഴും ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസലോ അതിന്റെ നടുവിൽ നിങ്ങൾ പതറിപ്പോകാതെ, ഭയപ്പെട്ടു പോകാതെ, ഒരു ഫീരുവിനെ പോലെ ആകാതെ സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, അഥവാ ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമുക്കൊരു ദുർഗമാകുന്ന ഇസ്രായേൽ ആശ്വസിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. എന്നെ കേൾക്കുന്ന പരിശോധാവി, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ അതിനെ കണ്ട് നീ ഭയപ്പെടാതെ കർത്താവിനെ കൂട്ടത്തിൽ നിർത്തണം. പ്രൈസലോ. ഇപ്പൊ യഹോവ നമ്മോട് കൂടെയുണ്ട്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. ഒന്നുകൂടെ പറയട്ടെ, ആകാശത്തെയും ഭൂമിയിൽ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും പ്രകൃതിയിൽ ദൈവം വേണ്ടുന്നത്, അതിൽ മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, സകല പക്ഷി മൃഗാദികളെ, ഇഴച്ചാത്തികളെ എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ദുർഗമായിട്ട് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇവിടെ നമ്മൾ ശത്രുവിന്റെ ആ പാളയത്തെ നാം കണ്ട് ഭയപ്പെടേണ്ട, അവന്റെ തന്ത്രങ്ങളെ കണ്ട് നാം ഭയപ്പെടേണ്ട. സാത്താൻ പല തന്ത്രവുമായി എഴുന്നേൽക്കും. പിശാച് പല പദ്ധതിയും നിങ്ങൾക്കെതിരെ ആവിഷ്കരിക്കും. പിശാച് പല പദ്ധതിയുമായി വരും. അവന് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യൻ ആവശ്യമാണ്. സാത്താന്റെ പ്രവൃത്തിയെല്ലാം മനുഷ്യനിലൂടെയാണ്. അതിനുവേണ്ടി അവൻ ആരെയൊക്കെ തെരഞ്ഞെടുത്ത് അവരെ നിങ്ങൾക്കെതിരെ കൊണ്ട് നിർത്തും. അവനെ കണ്ട് നീ ഭയപ്പെടേണ്ട. യാക്കോബിന്റെ ദൈവം ഒരു ദുർഗമായി നിന്നോട് കൂടെയുള്ളത് കൊണ്ട് അവനെ തകർക്കുവാനുള്ള ആത്മശക്തിയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് പ്രതികൂലത്തെ കണ്ട് നീ ഓടരുത്, അതിനെ നേരിടണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ സ്നേഹത്തോടുകൂടി നമ്മെ ദൈവത്താൽ തെരഞ്ഞെടുത്ത് പേർ ചൊല്ലി വിളിച്ചവൻ നമ്മോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അമ്മയുടെ ഗർഭത്തിൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവം, അന്ന് തന്നെ നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവമുണ്ട്. ആ ദൈവം ഇന്നും നമ്മോട് കൂടെയാണ്. അപ്പൊ ഈ കാണുന്ന സ്വർഗങ്ങളെ സൃഷ്ടിച്ച വലിയൊരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ശക്തി ആർജിച്ച നാമങ്ങളിൽ ഒന്നാണ് സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്.
ആകെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പൊ സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു നാമമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല. യഹോവ നിങ്ങൾക്ക് അഭയവും ബലവും ആപത്തും വേളകളിൽ അനുകൂലമായി നിങ്ങൾക്ക് തുണയുമായി സൈന്യങ്ങളെ യഹോവ നിങ്ങളോട് കൂടെയായിരിക്കും. രക്തം ചെയ്യും. നിങ്ങൾ ഏത് പ്രതികൂലത്തിന്റെ അടിയിലും ദൈവം നിങ്ങളോട് കൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലേ സ്തോത്രം. സൈന്യങ്ങളെ യഹോവ എന്നതിന് ഇബ്രായ ഭാഷയിൽ യഹോവ സഹയോദ എന്നാണ് പറയുന്നത്. സൈന്യങ്ങളെ യഹോവ എന്ന വാക്ക് വേദപുസ്തകത്തിൽ മുഴുവനും ഏകദേശം 251 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്ത് തീർക്കുന്നവനാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവൻ നിങ്ങളോട് കൂടെയുണ്ട്, ചെയ്തു തീർക്കുന്നവനാണ്. രോഗങ്ങളെ സുഖമാക്കുന്ന യഹോവ റാഫയാണ്. യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ജയക്കൊടിയായി ദൈവം നിങ്ങളുടെ മേൽ എപ്പോഴും ശോഭിച്ചു നിൽക്കും. യഹോവ നിസി, യഹോവ ദൈവത്തിന്റെ അമേലും ജയക്കൊടിയുന്ന. അപ്പം പരിശുദ്ധാത്മാവിനിലേക്ക് നിങ്ങളെ നയിക്കുന്ന യഹോവ, ഹല്ലേലൂയ, യഹോവ മെഗാദിസ എന്നാണ് അവന്റെ പേര് എബ്രായ ഭാഷയിൽ. ഹല്ലേലൂയ. അപ്പൊ സമാധാനത്തെ കൊണ്ടുവരുന്ന യഹോവ ശാലോമായിട്ട്. അങ്ങനെ എല്ലാ നിലകളിലും ദൈവ സാന്നിധ്യമാണ് ഒരു ദൈവഭക്തൻ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. തകർക്കുവാൻ പിശാച് പല വഴികളും ആഗ്രഹിക്കും. നീ സന്തോഷമായി ജീവിക്കുന്നത്, സമാധാനമായി ജീവിക്കുന്നത് കാണാൻ നാം ഈ ലോകം ഇഷ്ടപ്പെടുന്നില്ല, സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ സഹചാരികളും നിന്റെ കുടുംബക്കാരും നിന്റെ ബന്ധുത്രാദികൾ പോലും നീ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ നിനക്കെതിരെ കുറ്റങ്ങൾ, ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് നിന്റെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ ഹല്ലേലൂയ പിശാച് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെ, നിന്നോട് കൂടെ, നമ്മളോട് കൂടെ, നമ്മുടെ തലമുറയോട് കൂടെ ആമേൻ നമ്മളിൽ വസിക്കുന്നത്. അപ്പൊ ഈ സ്തോത്രം ദൈവ സാന്നിധ്യം, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൈന്യങ്ങളെ യഹോവ ഹല്ലേലൂയ നമ്മോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ദൈവം 4 ചുമരുകെട്ടുകൾക്കകത്തല്ല പാർക്കുന്നത്. പ്രൈസലോ. എല്ലാവരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ 4 ചുമരുകൾ കൊണ്ട് സൃഷ്ടിച്ച ദേവാലയങ്ങൾക്കകത്ത് ദൈവം ഉണ്ടെന്നുള്ളതാണ്. പള്ളികൾക്കകത്ത് ദൈവം ഉണ്ടെന്നുള്ളതാണ്. 4 ചുമരുകളാൽ തീർത്ത ദേവാലയങ്ങൾക്കകത്ത് ദൈവമില്ല. പിന്നെ എവിടെയാണ് ദൈവം ഉള്ളത്? ദൈവം തന്റെ സ്വരൂപത്തിൽ സാധനം സൃഷ്ടിച്ചെടുത്ത, അവന്റെ കൈകൾ കൊണ്ട് വനഞ്ഞെടുത്ത ആമേൻ മനുഷ്യനിലാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. 4 ചുമരുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൂടി വരുവാൻ, നമുക്കൊന്നിച്ച് കാണുവാൻ, കേൾക്കുവാൻ, അതിന് നമുക്കൊരു വിശുദ്ധ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയൊക്കെ പണിയുന്ന, ഹോളുകൾ പണിയുന്നത്. അതുകൊണ്ട് അതിനകത്ത് ദൈവമില്ല. അവിടെ കടന്നു വരുന്നത് നിന്റെ ഹൃദയത്തിലാണ് യേശു. ഹല്ലേലൂയ. ഇത്ര ശക്തനായ സ്തോത്രം, ഈ സൈന്യങ്ങൾ യഹോവ വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വെളിപ്പെടുത്തി. രക്തം ചെയ്യും. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളാരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ആത്മാവ്, ദൈവം നമ്മളിൽ വസിക്കുക. അതുകൊണ്ട് 4 ചുമരുകൾക്കകത്തല്ല ദൈവം, നമ്മുടെ ഹൃദയത്തിൽ. ഈ മഹാനായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കും, രക്ഷകനായിരിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ഉള്ളവരാണ്, ലോകത്തിനുള്ളവരല്ല. അപ്പം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുന്ന വിശ്വാസികൾ ദൈവാത്മാവിന്റെ ഇരിപ്പിടമായിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നിവാസമായി, ദൈവത്തിന്റെ ഇരിപ്പിടമായി വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതിനനുസൃതമായി ജ്ഞാനവും പരിജ്ഞാനവും പരിശുദ്ധിയും ഐക്യതയും ഒക്കെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നാം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഈ കൂടാരത്തിനകത്ത് ദൈവം വസിക്കണമെങ്കിൽ ഈ കൂടാരമാകുന്ന നമ്മുടെ മന്ദിരത്തിൽ വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധിയുടെ അനുഭവങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ദൈവം വസിക്കുന്നു എന്നുള്ള ഉറപ്പിൽ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ പണിതെടുക്കണം. പ്രൈസ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇസ്രായേലിന്റെ മരുഭൂമി യാത്ര വളരെ ദുർഘടം നിറഞ്ഞത്, സാഹസം നിറഞ്ഞത്, വളരെ വെല്ലുവിളി നിറഞ്ഞത്, പ്രതികൂലമായിരുന്നു.
എന്താണ്? സൈന്യങ്ങളെ അവർ ഉള്ളിൽ വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ പലപ്പോഴും ദൈവത്തിന് അകന്നുപോയി. അങ്ങനെ ദൈവത്തിന് അകന്നുപോയി ഇസ്രായേൽ ജനത്തിന് വഴിയിൽ പീഡകളെ നേരിടേണ്ടി വന്നു. അത് തന്നെയാണ് കേൾക്കുന്ന ശ്രോതാവ് ഇന്ന് സംഭവിക്കുന്നത്. നീ ദൈവത്തിന് അകന്നു പോകുമ്പോൾ, നിന്റെ സൃഷ്ടമായി ദൈവത്തെ നീ മറന്നു പോകുമ്പോൾ, നീ സൃഷ്ടമായി ദൈവത്തെ മറന്ന് സൃഷ്ടികൾക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കും. അതിന് നീ തന്നെയാണ് ഉത്തരവാദി. നമ്മുടെ ഉള്ളിൽ സൃഷ്ടമായി ദൈവമാണ് വസിക്കേണ്ടത്. സൃഷ്ടികൾക്കല്ല ഹൃദയം കൊടുക്കേണ്ടത്, സൃഷ്ടമായി ദൈവത്തിന് കൊടുക്കണം. നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന, നിത്യജീവനെ നൽകുന്ന, നമുക്ക് രക്ഷ നൽകുന്ന, വീണ്ടെടുപ്പ് നൽകുന്ന, സമാധാനം നൽകുന്ന, നമ്മെ നിത്യത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ പാപത്തിന് പരിഹാരം വരും, നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് കൂടിയിരിക്കുന്ന നമ്മുടെ ദുർഗമായ ദൈവം അഥവാ കർത്താവ് യേശുക്രിസ്തു വേണം നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കാൻ. നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നത് ദൈവമായിരിക്കണം. ആ ഒരു ഉറപ്പ് നിനക്ക് വേണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവിൻ ചോദിക്കട്ടെ, സൈന്യങ്ങളെ പോവാം നമ്മോട് കൂടെയുണ്ട്. യാക്കോബിലെ ദൈവം നമ്മുടെ ദുർഗമാകുന്ന സംഗീതനക്കാരൻ പറയുന്നത് പോലെ, നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നിലയിൽ, പ്രതിസന്ധികളുടെ നിലവിൽ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ, ദൈവത്തിന്റെ മന്ദിരമാകുന്ന നിന്റെ വിശുദ്ധ മെലഡിയിൽ കൂടാരത്തിനകത്ത് ദൈവം വസിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിന്റെ ചപ്പും ചവറും, ഇവിടുത്തെ മാലിന്യങ്ങളും, ഇവിടുത്തെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളും ഒക്കെ കടന്നുകൂടി, ഇവിടുത്തെ സ്ഥാനവും മാനവും അധികാരങ്ങളും, ഇവിടുത്തെ വെല്ലുവിളികളും ഒക്കെ തിരഞ്ഞുകൂടി, ഇവിടുത്തെ ദ്രവ്യവും ദൈവാഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ് ഹല്ലേലൂയ ആമന്റെ ഹൃദയം ഹല്ലേലൂയ വഷളായി പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ നീ പാപത്തിലാണ് വസിക്കുന്നെങ്കിൽ, അശുദ്ധിയിലാണ് വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ മടങ്ങി വന്ന് നിന്റെ ഹൃദയ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പം വായിച്ച വചനം എന്താണ്? സൈന്യങ്ങളെ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. അപ്പൊ സങ്കീർത്തനം 46:6 തൊട്ട് വാക്യങ്ങൾ വായിച്ചെങ്കിലേ അതിന്റെ യഥാർത്ഥമായ അനുഭവം മനസ്സിലാകുള്ളൂ. അതിന്റെ 6-ാം ഭാഗം, ജാതികൾ കുർത്തിച്ചു, രാജ്യങ്ങൾ കുരുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി എന്നാണ്. അപ്പം ജാതികൾ കുർത്തിച്ചു, രാജ്യങ്ങൾ കുരുങ്ങി, അല്ലെങ്കിൽ അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയെന്നാണ്. അപ്പോഴാണ് ഇസ്രായേൽ വന്നെ സൈന്യങ്ങളിപ്പോൾ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ എന്ന് പറഞ്ഞാൽ 6 വാക്യങ്ങളിൽ ലോകജാതികൾ ദൈവത്തിനെതിരായി സടകുടൻ എഴുന്നേറ്റപ്പോൾ ദൈവശബ്ദങ്ങൾ തന്നെ അവരെല്ലാം തകർന്നുപോയി. ലോകജാതികൾ എന്ത് ചെയ്യും? ദൈവജനത്തെ തകർക്കുവാൻ അവർക്കെതിരെ സടകുടൻ എഴുന്നേക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവശബ്ദം നിന്റെ ഉള്ളിൽ മുഴങ്ങിയാൽ, ദൈവശബ്ദം ദേശത്ത് മുഴങ്ങിയാൽ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ശക്തർ എത്ര വലുതായിരുന്നാലും ദൈവനെ ചിതറിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നമുക്ക് അനുകൂലമാണ്, ദൈവം നമുക്ക് പ്രതികൂലമല്ല, അനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്നാണ് നമ്മൾ റോമാലേഖനം വായിക്കും കാണുന്നത്. അത് ദൈവം നിനക്ക് അനുകൂലമായി നിന്റെ ജീവിതത്തിലുണ്ടോ ശ്രോതാവേ? കണ്ണുനീരിന്റെ നടിയിലൂടെ, സങ്കടത്തിന്റെ നടിയിലൂടെ, വേദനയിലൂടെ നീ കടന്നു പോകുമ്പോൾ ആരൊരു കൈത്താങ്ങലില്ലാതെ, ഒരു ആശ്രയമില്ലാതെ, നിരാശ നടിയിൽ നാളെ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ കുടുംബം പോറ്റും, എമ്മക്കി ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? ശാരീരികമായി ബലഹീനതകൾ, രോഗങ്ങൾ നിന്നെ അരട്ടെ, വിവിധ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയപ്പെട്ട്, സർജറിക്ക് വേണ്ടി വിധേയപ്പെട്ട് കടന്നു പോകുന്ന വ്യക്തിയാണോ? ഒരു കൈത്താങ്ങലില്ലാതെ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിനക്ക് നിന്റെ കുടുംബത്തിനും വീണ്ടുന്ന വഴികളെ ദൈവം തുറന്നു തരും. ലോകം നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടത്തില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നു 118 വാക്യം. അതുകൊണ്ട് ലോകം നിനക്കെതിരെ നിന്നാലും ദൈവം നിന്നോട് കൂടെയിരിക്കും. രക്തം ചെയ്യും. ലോകം നിനക്കെതിരെ നിൽക്കും, പക്ഷെ ദൈവം നിന്നോട് കൂടെയിരിക്കും. രക്തം ചെയ്യും. ജീവിതം നമ്മൾ ആസ്വദിച്ച് തീർക്കണം. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ ആസ്വദിച്ച് സന്തോഷിച്ച് ആത്മാവിൽ ദൈവത്തിന് പാടി സ്തുതി സ്തോത്രം കൊടുത്തുകൊണ്ട് കൂട്ടായ്മയുടെ ഭാഗമായി സൈന്യങ്ങളെ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഹല്ലേലൂയ നീ ആത്മാവിൽ നിറയപ്പെടണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണമെന്നാണ് ഞാനീ പറയുന്നത്. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഏത് പ്രതികൂലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? ഏത് പ്രതികൂലത്തെ അതിജീവിക്കാൻ കഴിയണം? ദൈവം കൃപ തോന്നി സമയം നമ്മോട് ചെയ്ത ഉടമ്പടി നിമിത്തം ദൈവം നമ്മുടെ കോട്ടയും ആശ്വാസവും എക്കാലത്തും ഹല്ലേലൂയ നമ്മോടുകൂടെ സ്ഥിരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ സങ്കേതവും കോട്ടവും കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നെന്ന് നമ്മൾ സങ്കീർത്തനം 46:1 വായിക്കുന്നത്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, നൊമ്പരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ, നിന്നോട് കൂടെ നിന്ന് എല്ലാവരും മാറിപ്പോകും. ഹല്ലേലൂയ. നിന്നോട് കൂടെ നടന്നവർ, നിന്നോട് കൂടെ യാത്ര ചെയ്തവർ, ഒരു മേശയിൽ ഭക്ഷിച്ചു വരും, ഒരു പായിൽ കിടന്ന്, ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിയവരെല്ലാം മാറിപ്പോകും. പക്ഷെ ആര് മാറിപ്പോയാലും ദൈവം നിന്ന് മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുരുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കരങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുരുങ്ങിയാലും ഭയപ്പെടുകയില്ല. എന്തെല്ലാം വന്നാലും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു മല ഇങ്ങോട്ട് ഇടിഞ്ഞു വരുന്നു പറഞ്ഞാലും നിങ്ങൾ ഭാരപ്പെടരുതെന്നാണ്. യാക്കോബിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്ത ദൈവം, നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിക്കുവാൻ നമുക്ക് വേണ്ടി ആയുസ് തന്നവൻ, നമുക്ക് വേണ്ടി ആരോഗ്യം തന്നവൻ. അവൻ നമ്മെ കൈവിട്ട് കളയുന്നവനല്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ അനാഥനായി ദൈവം വിടത്തില്ല. നിന്റെ ജീവിത പങ്കാളി ഇടയ്ക്ക് വെച്ച് നിന്നെ ഉപേക്ഷിച്ച് മറ്റാളുകളെ തിരഞ്ഞെടുത്ത് പോയാലും, നിന്റെ ജീവിത പങ്കാളി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് പഴിയാരി നിന്നെ മാറ്റി നിർത്തിയാലും ഒഴിവാക്കിയാലും നീ ഭാരപ്പെടേണ്ട. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവളാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലൂടെ അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ ഡിവോഴ്സിന് കിടക്കുകയാണ്. അല്ലെങ്കിൽ വിവാഹമോചന കേസുകൾ, വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നവരുടെ ഡിവോഴ്സിന് കൊടുത്തു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച അനവധി സഹോദരിമാർ എൻ്റെ ഏരിയ ഭാര്യയെ വേണ്ടെന്ന് പറഞ്ഞ ഡിവോഴ്സിന് വിവാഹമോചനത്തിന് കോടതി കയറി ഇറങ്ങുമ്പോൾ, അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ പ്രതികൂലത്തിൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്ക്. നിനക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരും. അപ്പൊ എല്ലാവരും നിന്നെ കൈവിട്ട് കളയുന്നു. എല്ലാവരും നിന്നെ കൈവിട്ട് കളഞ്ഞാലും യേശു നിന്നെ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. അതാണ് നമ്മുടെ സങ്കേതവും ഒരു കഷ്ടങ്ങളിൽ. നിന്റെ കഷ്ടങ്ങൾ അവൻ തുണയാ. നീ രോഗിയായി കിടക്കുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോൾ, കടബാധയിൽ കടന്നു പോകുമ്പോൾ, നിന്ദകൾ അനുഭവിക്കുമ്പോൾ, പരിഹാസം അനുഭവിക്കുമ്പോൾ, നീ അല്ലേ സ്തോത്രം വിവിധ പ്രതിസന്ധികളിൽ കടന്നു നീ ഒറ്റയ്ക്കാകുമ്പോൾ, രക്തജയം യാക്കോബിന്റെ ഒരു ദുർഗമായി നിന്നോട് കൂടെയുണ്ട് കേട്ടോ. രക്തജയം വിശ്വസിക്കുന്നെങ്കിൽ കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ഈ ദൈവം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. പ്രഭാതത്തിൽ അങ്ങനെ എഴുന്നേറ്റുമ്പോൾ ജനത്തിന്റെ മുഖത്ത് നോക്കും, കടക്കാരൻ വരുമല്ലോ അവനോട് എന്ത് മറുപടി പറയും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അല്ലേ നാളുകളായി കിടന്ന കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. വിവിധ ആളുകളുടെ വിവിധ നിന്ദകൾ, അപമാനങ്ങളും പരിഹാസങ്ങളും ഏൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ജീവിതമേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അനുഭവിച്ച കഷ്ടങ്ങൾക്ക്, നീ അനുഭവിച്ച നോമ്പരങ്ങൾക്കും വേദനക്കും അപ്പുറത്ത് ഒരു സമാധാന ജീവിതം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ അനുഭവിച്ച സകല കഷ്ടങ്ങൾക്കും സകല വേദനകൾക്കും യഹോവശാലുമായി നിനക്കൊരു സമാധാന ജീവിതമായി യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. അത് യേശുവിന് വസിക്കുവാൻ, യേശുക്രിസ്തുവിനെ വസിക്കുവാൻ നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനം നീ ദൈവത്തിന് കൊടുക്കണം. നീയാണ് ദൈവത്തിന്റെ മധുര. 4 ചുമരുകെട്ടിനകത്തല്ല ദൈവം. നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ യേശുക്രിസ്തുവിന് ഇടം കൊടുക്കണം. ജീവനുള്ള ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള ദൈവം നിന്നോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് താഴ്ത്തുന്നെങ്കിൽ രക്തജയം. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുകൂലമായി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ എപ്രകാരം ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദമിടമെന്ന ദൈവത്തിനം പറയുന്നത്. സൈന്യങ്ങളെ യഹോവ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിലർക്ക് പറയുന്നത്. ചിലർക്ക് ദൈവം ആരാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ദൈവം ആരാ, ദൈവം എങ്ങനെ ഇരിക്കുന്നൊക്കെ ചോദിക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ.
അവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള ദൂത് എങ്ങനെയാണ് ദൈവം ഇരിക്കുന്നത് ചോദിച്ചാൽ സ്തോത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആരെയും ഏത് വിധം എന്റെ വിശ്രാമസ്ഥലവും ഏത്, എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഈ വലിയ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയില് നാം ആയിത്തീരണം. സർവശക്തനായ ദൈവം അവരുടെ സന്നിധി ആയിത്തീരണം. അപ്പം അങ്ങനെ ആയിത്തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം വലിയ സ്തോത്രം ദൈവത്തിന്റെ വചനം സ്തോത്രം അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവനെയും നമ്മുടെ കർത്താവ് കടാക്ഷിക്കുവാണ്. ഞാനൊരു പുസ്തകം വായിച്ച പണ്ടത്ത് കണ്ടൊരു സന്ദേശമാണ് ഇപ്പൊ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് വചനം പറയാണ്, സർവശക്തനായ ദൈവത്തിന് ഒരു മിലിറ്ററി വസ്ത്രം ധരിപ്പിച്ച് മിലിറ്ററി തൊപ്പിയും ബൂട്ട്സും ഒക്കെ അണിയിച്ച് നോക്കുവിൻ, എത്രമാത്രം ബലശാലിയും മഹത്വമുള്ളവനായും ഗംഭീരനായും ശോഭിക്കും. അങ്ങനെയുള്ള സൈന്യങ്ങൾ യഹോവ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ മിലിറ്ററിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കാണാം, മിലിറ്ററിയുടെ വസ്ത്രം ധരിച്ച് അവരുടെ തൊപ്പിയൊക്കെ വെച്ച് മിലിറ്ററി ഷൂസൊക്കെ അണിഞ്ഞ് അവരവിടെ ഉന്നത പവറോടുകൂടി ഇറങ്ങി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എത്ര ബലത്തോടെ ഗാംഭീര്യത്തോടെ നിൽക്കുന്നത്. അങ്ങനെ ഭൂമിയിലുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. അപ്പൊ നമ്മുടെ ദൈവ സൈന്യങ്ങളുടെ യഹോവ ആയതുകൊണ്ട് നമ്മുടെ ദൈവത്തെ എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയണം? അവൻ സകലത്തെയും ഉണ്ടാക്കിയവനാ, അവൻ സകലത്തെ നിർമ്മിച്ചവനാ, അവൻ സകലത്തിന്റെയും സൃഷ്ടാവാ. അവനപ്പുറത്തൊന്നുമില്ല. യേശുവാണ് എല്ലാത്തിനും വലിയവൻ. യേശുവാണ് സകലത്തിനും മീതെയുള്ളവൻ, സകലത്തിന്റെ ഉടയവൻ, സകല ജനത്തിന്റെ സൃഷ്ടാവ്, സകല ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൈപിടിച്ച് നടത്തുന്നവൻ, വഴി നടത്തുന്നവൻ, ആലോചന നൽകുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാ. അവന്റെ പേരാണ് സൈന്യങ്ങളെ യഹോവ. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. യേശുവിന് നിൽക്കണം. ജീവിതത്തിൽ വെല്ലുവിളികളുണ്ടായി. ഒരിക്കലും ഞാൻ ആവർത്തിച്ചതാകുന്നൂടെ ആവർത്തിക്കുക. ഇസ്രായേലിന്റെ യാത്ര ദുർഘടമായിരുന്നു. പ്രതികൂലങ്ങളായിരുന്നു, വെല്ലുവിളികളായിരുന്നു, ശോധനകൾ, പരീക്ഷകൾ നിറയപ്പെട്ടതായിരുന്നു. അവിടെ എല്ലാവരും തകരാതിരുന്നത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ പുതിയ നിയമസഭയോട് പറയുമ്പോൾ, പഴയ നിയമസഭയുടെ ബന്ധത്തിൽ നോക്കുമ്പോൾ, പഴയ നിയമത്തോട് ബന്ധം നോക്കുമ്പോൾ സൈന്യങ്ങളെയൊക്കെ നമ്മോട് കൂടെ ഇസ്രായേലിനോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് യാക്കോബിന്റെ ദൈവം അവർക്ക് ദുർഗമായി ഇരുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ഒരു ശത്രുവിന്റെ സൈന്യത്തെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. സാത്താനൊരു തന്ത്രങ്ങളെ നീ ഭയപ്പെട്ട് മാറിപ്പോകരുത്. വിശാദിന്റെ മുമ്പിൽ നീ അടിയറവ് പറയരുത്. നീ ഇന്ത്യയാകുന്ന മന്ദിരത്തെ ദൈവത്തിന് വസിക്കേണ്ടതിന് ദൈവം നിന്നെ പണിതെടുത്തിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന് സിംഹാസനത്തിൽ യേശു വസിക്കണം. രക്തം ചെയ്യും. നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ ആരുണ്ടായിരിക്കണം? നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ യേശുവിനെ കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസലോ. ചെല്ലു പറയും ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. യേശു ആരാ? യേശു എന്താ? യേശു ജനിച്ചിട്ടില്ല. ഇന്നാളൊരു വ്യക്തി പറയുന്നത് കേട്ടു, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ചരിത്രം ഇന്നും വായിക്കാനും പഠിക്കുവാനും ഇല്ല. യേശു ജനിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ജനം പറഞ്ഞു വരുത്തുന്നതാ എന്നൊക്കെ ചിലർ ഈ ടിവിയുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് യൂട്യൂബിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാണാൻ കഴിയും. കാരണം ആ മനുഷ്യൻ മൂഢനായതുകൊണ്ടാണ്, അവന് ദൈവമാരെന്നറിയാത്തത് കൊണ്ടാണ്, അവൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമെന്നറിയാൻ കഴിയാത്തത് കൊണ്ട് നിരീശ്വരത്വത്തെ പറഞ്ഞ് വരുത്തുന്ന അനേകരും വരുമ്പോഴാണ് നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയണം, സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെയുണ്ട്, ഇമ്മാനുവേൽ ഞങ്ങളോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം ഞങ്ങൾക്കൊരു ദുർഗമായി ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളോട് കൂടെയുണ്ടെന്ന് വിളിച്ചു പറയാൻ കഴിയണം. രക്തം ചെയ്യും. എല്ലായിടത്തും യേശുവിനെ വിളിച്ചു പറയണം. നമുക്ക് സംസാരിക്കുവാനുള്ള യേശുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ജീവിതം നമ്മൾ ഇന്ന് കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മള് ദൈവവചനത്തിൽ വേണം നിൽക്കാൻ. ദൈവവചനത്തെ അനുസരിക്കണം. ലോകത്തെ നമ്മൾ അനുസരിക്കും. ഇവിടുത്തെ നിയമങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക അനുസരിക്കുകയും ചെയ്യും.
മാതാപിതാക്കളെ ഗുരുക്കന്മാരെയും ഒക്കെ നമ്മൾ അനുസരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, ഗുരുക്കന്മാരെ അനുസരിക്കത്തില്ല. നമ്മുടെ നിയമനിർമ്മാണം നിൽക്കുന്ന ക്രമസമാധാന ബാലരായിരിക്കുന്ന പോലും അംഗീകരിക്കാത്ത അവർക്ക് കൈചൂട്ടി വെല്ലുവിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴും. പണ്ടൊക്കെ അല്ല. പണ്ട് ഭയം ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരെ ഭയം ഉണ്ടായിരുന്നു, മാതാപിതാക്കളെ ഭയം ഉണ്ടായിരുന്നു, മുതിർന്നവരെ ഭയപ്പെടുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ ആരിടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്ന കാലഘട്ടമാണ്. അത് മാത്രമല്ല, മനുഷ്യന്റെ നാവിൽ അസഭ്യ വാക്കുകൾ മാത്രം നിറയപ്പെട്ട് കഴിഞ്ഞു. പരിജ്ഞാനത്തോടുകൂടി സംസാരിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. പരിജ്ഞാനമില്ലായെങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകുന്നത് നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്ന പോലെ പരിജ്ഞാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ നാവിലൂടെ അസഭ്യ വാക്കുകൾ വരാൻ തുടങ്ങി. അവന് ദൈവത്തെ അറിയത്തില്ല. അല്ലേ? നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോഴേ നമ്മുടെ നാവിൽ നിന്ന് ശുദ്ധമായത് വരികയുള്ളൂ. രക്തജയം. അല്ലെങ്കിൽ അസഭ്യമായ വാക്കുകൾ നമ്മൾ വിളിച്ചു പറയും. അല്ലേ? വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞതുകൊണ്ടോ വിശുദ്ധിയുടെ വേഷം കെട്ടിയത് കൊണ്ടോ വിശുദ്ധനാണോ 4 പേര് പറഞ്ഞത് കൊണ്ടോ നമുക്കൊരിക്കലും ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെട്ട് വരണം. ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ് വിശുദ്ധി. ആ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കത്തുള്ളൂ. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ തകർന്നിരിക്കുകയാണോ? നീ തളർന്നിരിക്കുകയാണോ? ക്ഷീണിതയാണോ? നീ ദുഃഖിതനാണോ? ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ കടന്നു പോകുന്ന വെല്ലുവിളികളുടെ നടുവിൽ നിന്നെ തകർക്കുവാൻ സാത്താനുവിന്റെ കിങ്കരന്മാരും വലിയ കൂട്ടമായി വരുമ്പോഴും നീ തന്റെ ഇടത്തോടെ വിളിച്ചു പറയണം, യാക്കോബിന്റെ ദൈവമെന്റെ ദുർഗമാ, പോ പിശാചേ, നിനക്ക് എന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയില്ല. നീ പറഞ്ഞു. നമുക്കുള്ള ധൈര്യം വേണം കേട്ടോ. പിശാച് നോക്കുമ്പോഴേ നീ മുട്ട് വിറയ്ക്കരുത്. ചിലർക്ക് പിശാച് കേൾക്കുമ്പോൾ വിറയല, പിശാച് കേൾക്കും തുള്ളപ്പനിയാ, പിശാച് കേൾക്കുമ്പോഴത്തെ മറ്റെന്തൊക്കെയോ ഹൃദയത്തിൽ. അങ്ങനത്തില്ല. അവൻ നമ്മെ ഒന്നും ചെയ്യത്തില്ല. കാരണം കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്ത യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പിശാചിന്റെ തലയിൽ കാൽവരി ക്രൂശിൽ യേശു തകർത്തു. അവന്റെ തലയെ തകർത്തു. ആ യേശു പിശാചിന്റെ തലയെ തകർത്ത യേശു ആമിനലിയ ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ആ കർത്താവ് നിന്റെ ഹൃദയത്തിലുമുണ്ട്. അത് നിന്റെ ഹൃദയത്തിൽ നീ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാട്ടെ, ഹൃദയത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ, ഈ ദൈവം നിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന്. പ്രൈസ്. നമ്മൾ ഈ കൊരിന്ത്യലേഖനമൊക്കെ വായി നാം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ അത് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ്. അധികാരത്തിൽ എഴുന്നേറ്റ് നീ നിന്റെ ശോധന ചെയ്യണം. എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവമുണ്ടോ? അല്ലേ? പലരും ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ അവർക്ക് ദൈവമില്ല. പ്രൈസോ. ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന പിന്നെ ദൈവമില്ലാതെ എഴുന്നേറ്റ് വരുന്നേ. ചിലരൊക്കെ എഴുന്നേറ്റ് വരുന്നതിന്റെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, നമുക്ക് സൗമ്യത വേണം, താഴ്മ വേണം, വിനയത്വം വേണം. അല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം വേണം. അങ്ങനെ നീ ദൈവസ്നേഹത്തോടെ നിറയുമ്പോൾ ഏത് പരിശോധന നടുവിൽ നിനക്ക് ജയിക്കാൻ കഴിയും. അല്ലേലൂയ. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, പരിശോധനകൾ കടന്നു വരും. പരീക്ഷയോടുകൂടി നീക്കുപോക്ക് തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസോ. നീ താഴടിയായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തല കുനിച്ച് കുമ്പിട്ടിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് നിന്നെ തല ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസോ. ഒരുപക്ഷെ നീ കുമ്പിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. വിവിധ പ്രശ്നങ്ങളാൽ അതിന്റെ ഇതിനെ തല ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ? അതിന് വാക്യമുണ്ട്. സംഗീതത്തിൽ 5:3 നിങ്ങൾ വായിച്ചാൽ മതി. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ കോട്ട, നീ എൻ്റെ തല ഉയർത്തുന്ന കട എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേറിയ. അത് യേശുവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിന്റെ നിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, യേശുവിന്റെ നീ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ നിന്നെ അവൻ തല ഉയർത്തി നടത്തുവാൻ അനുവദിക്കും. പ്രൈസോ. നീ തകരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ലോകം നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്റെ വളർച്ച ആഗ്രഹിക്കുന്നത്.
ലേലിയ രക്തജയം. നീ വളരെ മലരിയ നിന്നെ നീക്കി നിർത്തിയതും നിന്നെ ഒഴിവാക്കി നിർത്തിയവരും നിന്നെ മാറ്റി കളഞ്ഞൊരു തള്ളിക്കളഞ്ഞൊരു ഒക്കെ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നൊരു ദിവസമുണ്ട്. അത് വിദൂര നല്ല പ്രൈസോതാവേ. അതെ, നിന്റെ കഷ്ടങ്ങൾ മാറാൻ പോകുക, നിന്റെ സങ്കടങ്ങൾ മാറാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുക. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേലിന് വാഗ്ദത്ത കാനാൻ പ്രവേശിക്കണമെങ്കിൽ അനവധി പരീക്ഷകൾ നേരിടേണ്ടി വന്നു. എന്നാൽ പലരും വഴിയിൽ മരുഭൂമിയിൽ പെട്ടുപോയപ്പോൾ ഒരു ചെറിയ കൂട്ടം അല്ലെങ്കിൽ യോശുവയുടെ നേതൃത്വത്തില് സ്വന്തം വാഗ്ദത്ത കാനാനിലേക്ക് പ്രവേശിച്ചെങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോകുക. നിന്റെ തകർച്ചകളെ ദൈവം മാറ്റാൻ പോകുക. വിശ്വസിക്ക് കരം പിടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ലേലിയ കർത്താവ് ഒരു മാറ്റം. ജോലി കഷ്ടപ്പെട്ടോ? ലേലിയ നിരാശയാണോ? സങ്കടത്തിലാണോ? ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ലേലിയ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നാമെ ലോകം, ജഡം, പിശാച് ഇവ മൂന്നിനെയും നമ്മൾ ജയിക്കണം. ലേലിയ ലോകം, ജഡം, പിശാചിനെ നമ്മൾ ജയിക്കണം. ഈ ലോകത്തെ ജയിക്കണം, ഇവിടെ ജഡത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. എന്നിട്ട് സർവശക്തിയുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. സർവശക്തിയുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ലേലിയ സാത്താനെ എന്നേക്കുമായിട്ട് നമ്മൾ തുരത്തി ഓടിക്കണം. സാത്താനെ തുരത്തി ഓടിക്കുവാനുള്ള ആത്മശക്തി നീ പ്രാപിക്കണം. ലേലിയ രക്തജയം. ദൈവം നമുക്ക് അതിനുള്ള ആത്മശക്തി നൽകും. രക്തജയം. ജീവിതം അല്ലിയ ഞാൻ മുമ്പ് പറഞ്ഞ് ആസ്വദിക്കണം. എങ്ങനെ? ഈ ലോകത്തിന്റെ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ടിട്ടല്ല, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളിലൂടെ അല്ല ജീവിതം ആസ്വദിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം വായിച്ച് സന്തോഷിച്ച് വചനത്തിൽ നിറയപ്പെട്ട് ആത്മാവിൽ നിറയപ്പെട്ട് ദൈവമക്കളോട് ഒന്നിച്ച് കൂട്ടായ്മയുടെ ഭാഗമായി ആരാധനയാലും സ്തുതികളാലും സ്തോത്രങ്ങളാലും ആത്മാവിൽ പാടിയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതം നിനക്ക് ആസ്വദിക്കാൻ കഴിയും. ലേലിയ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന് മക്കൾ തളർന്നു പോകത്തില്ല, അവർ പതറിപ്പോകത്തില്ല. അവർ ഏത് സാഹചര്യത്തിലും ദൈവം അവരോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മിഷണറി യാത്രയില് ഹല്ലേലൂയ വളരെ പ്രതികൂലങ്ങൾ പൗലോസ് നേരിടേണ്ടി വന്നു, വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പലരുടെയും മുമ്പിൽ പൗലോസ് ഹാജരാകേണ്ടി വന്നു. എന്നാൽ പൗലോസിനെ അതൊന്നും ഭാരപ്പെടുത്തില്ല. കാരണം പൗലോസിന് സൈന്യങ്ങളെയൊക്കെ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്, ഇമ്മാനുവേലിനോട് കൂടെയുള്ളത് പൗലോസിന് അറിയാമായിരുന്നു. അതിൽ തന്റെ മിഷണറി യാത്രയിൽ താൻ നേരിട്ട പ്രതികൂലങ്ങൾ നടുവിൽ നിന്നും പതറിപ്പോകാതെ പൗലോസ് തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ശുശ്രൂഷ നിവർത്തിക്കണം കേട്ടോ. നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. ആമേൻ, സ്തോത്രം. ഇവിടെ വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ദൈവം സ്നേഹസ്വരൂപനാണ്, അവൻ വളരെ മനസ്സലിയുള്ളവനാണ്. അല്ലെങ്കിൽ നമ്മുടെ ദൈവം സ്നേഹസ്വരൂപനാണ്, വളരെ സ്നേഹമുള്ളവനാണ്, മനസ്സലിയുള്ളവനാണ്, കരുണയുള്ളവനാണ്, കരുതലുള്ളവനാണ്. അല്ലെങ്കിൽ നമ്മുടെ ദൈവം ദയുള്ളവനാണ്, നമ്മുടെ ദീർഘക്ഷമ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വിരോധമായി സാത്താന്റെ സൈന്യങ്ങൾ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ, നമുക്ക് വിരോധമായി സാത്താന്റെ സൈന്യങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. അവിടെയാണ് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സാത്താന്റെ സൈന്യം നമുക്കെതിരെ കടന്നു വരുമ്പോൾ വചനം പറയാം, നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നുവെന്ന സക്കറിയാവിന്റെ പുസ്തകം 2:9 പറയുന്നത്. ആമി എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യങ്ങൾ യഹോവ എഴുന്നള്ളും. ആമി കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:19 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ശത്രു വലിയ സന്നാഹമായി നിനക്ക് നിലവിൽ. ഹല്ലേലൂയ. ഏത് വിധത്തിലാണ് നിന്നെ തകർക്കാൻ പിശാച് നോക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നീ പതറണ്ട, കർത്താവ് നിന്നോട് കൂടെയാ. ഇതുപോലെ യേശു എന്നോട് കൂടെയുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നുവരെ യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ ഹൃദയത്തെ യേശുവിനെ വിട്ടുകൊടുക്കണം. പ്രേക്ഷകൻ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നാളുകളായി നീ സങ്കടപ്പെടുകയല്ലേ? ഹല്ലേലൂയ. പല വഴികളും വാതിൽ വിട്ടില്ലേ? ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് പല വഴികളിലും നീങ്ങിയില്ലേ? എല്ലാം പരാജയപ്പെട്ട നിന്റെ വഴികളെല്ലാം മുടക്കിയില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ യേശു പറയുക, നിന്റെ ഹൃദയം എനിക്കതാ. യേശു പറയാം, നിന്റെ ഹൃദയം എനിക്കതാ, നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഞാൻ വസിക്കട്ടെ.
അതെ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ ഇറക്കിക്കളഞ്ഞ ഹൃദയത്തിന്റെ സിംഹാസനം, നിന്റെ ശരീരമാകുന്ന കൂടാരത്തെ മന്ദിരത്തെ നീ യേശുവിന് കൊടുക്കുമ്പോൾ അവൻ നിന്നിൽ വന്ന് വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിനൊരു വ്യക്തിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളൊക്കെ ധൈര്യവത കേട്ടോ. ഞങ്ങളുടെ ഹൃദയത്തിലെ സിംഹാസനമൊക്കെ പണ്ട് പലതും കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ പുറത്തെറിഞ്ഞിട്ട് ഞങ്ങൾ ഹൃദയത്തിന്റെ സിംഹാസനം ഞങ്ങൾ യേശുവിന് കൊടുത്തു. ഹല്ലേലൂയ. ഹൃദയ സിംഹാസനം ഞങ്ങൾ ശരീരമാകുന്ന മന്ദിരം ഞങ്ങൾ യേശുവിന് വിട്ടുകൊടുത്തപ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഹൃദയത്തിന്റെ സിംഹാസനം യേശു വന്ന് വസിച്ചപ്പോൾ ഹല്ലേലൂയ, അന്ന് ഞങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്ത സമാധാന സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾക്ക് സ്നേഹം കിട്ടി, ഞങ്ങൾക്കൊരു കരുതൽ കിട്ടി, ഞങ്ങൾക്കൊരു ആശ്രയമായി. അവൻ ഞങ്ങളുടെ ദുർഗമായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുക. അത് ഇന്ന് പകൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കാൻ കഴിയുമോ മാതാവേ പിതാവേ? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര സഹോദരി, നീ യേശുവിന് ഇന്ന് പകലും സമർപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കും. ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. സകല ജനത്തിന്റെയും പ്രശ്നങ്ങൾ അറിയുന്നവൻ, സകല ജനത്തിനും പ്രശ്ന പരിഹാരം നൽകുന്നവൻ, സകല ജനത്തെയും പേർ ചൊല്ലി വിളിക്കുന്നവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ഹൃദയം യേശുവിന് വിട്ടുകൊടുക്കുക. അമ്മ, പലപ്പോഴും നീ വചനം കേട്ടതാണ്, പലപ്പോഴും വചനം നിന്നോട് അറിയിച്ചതാണ്, പലപ്പോഴും തീരുമാനം എടുക്കണമെന്ന് ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ നിന്നെ അലട്ടിക്കിടന്ന് തട്ടിമാറ്റുന്ന ബന്ധങ്ങൾ ഏതായാലും എന്നെ മാറ്റിവെച്ചിട്ട് നീ ഒരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കുക. ഹല്ലേലൂയ. ഹൃദയത്തെ യേശുവിന് എപ്പോൾ സമർപ്പിക്കുന്നു അപ്പോൾ നിന്റെ ദുരന്തങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഭാര്യയുടെ ഹൃദയം ഭർത്താവിന്, ഭർത്താവിന്റെ ഹൃദയം ഭാര്യയ്ക്ക്. അങ്ങനെയാണ് കുടുംബം കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ അന്ന് വ്യത്യസ്തമാണ്. ഇന്ന് ഭാര്യയുടെ ഹൃദയത്തിൽ ഭർത്താവ് ഉണ്ടെങ്കിലും മറ്റു പലതും ഉണ്ട്. ശരി, ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാര്യ ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ ഹൃദയം പലതും. നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, നിന്റെ ഹൃദയം യേശുവിന് മാത്രം, നിന്റെ ആത്മമണവാളായിരിക്കുന്ന യേശുവിന് മാത്രം നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ അവന്റെ മണവാട്ടിയായ നിന്റെ സകല പ്രശ്നങ്ങളും അവൻ പരിഹരിച്ചു തരും. രക്തം ചെയ്യാം. നമ്മുടെ മണവാളനാരാ? യേശു. ഹല്ലേലൂയ. അവന്റെ മണവാട്ടിയാരാ? ഞാനിന്നും. അപ്പൊ നമ്മുടെ ഹൃദയം യേശുവിന് വിട്ടുകൊടുക്കും. മണവാളൻ നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ഇന്ന് എത്രയോ മന്ത്രവാദികൾ അശുദ്ധാത്മാക്കളുടെയും കുട്ടി സാത്തന്മാരുടെയും ആമേ സ്തോത്രം തങ്ങളിൽ കൈകൾ വഹിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്ത് നിങ്ങളെ തകർക്കാൻ സാധിക്കുന്നു. ഇന്ന് പലരും എന്താ പല അന്ധകാര ശക്തികളെയും ജീവിതത്തിൽ ആവാഹിച്ചെടുത്തിട്ട് അവരുടെ കൈകളിൽ വഹിച്ചിട്ട് നിന്റെ കുടുംബത്തെ തകർക്കാൻ അവർ പദ്ധതിയായിട്ട് കടന്നു വരും. ഇവിടെ നിന്റെ ഹൃദയത്തിന് സിംഹാസനം യേശു ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. നമ്മൾ യേശുവിനെ എപ്പോൾ ഏൽപ്പിക്കുന്നു ആ സമയത്ത് യേശു നമ്മുടെ ദുർഗമാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്നെ സൈനികളെ നിന്നെ നോക്കിക്കൊണ്ട് ആമി സ്തോത്രം ആമി പ്രിയ, ഞാൻ നിനക്ക് ദുർഗമായി നിങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എഫെസ്യലേഖനം വായിക്കുമ്പോൾ കാണുന്നത് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. ആമി വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയുടെ വചനം വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ ആശ്രയിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് നമ്മൾ വിട്ടുകൊടുക്കാം. ജീവിതം മാത്രം ഒരിക്കൽ മാത്രം. അതുകൊണ്ട് സ്തോത്രം. നമ്മൾ 46 സംഗീതത്തിനും അതിന്റെ 7ാമത്തെ വാക്യം സൈന്യങ്ങളെയൊക്കെ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പോൾ തന്നെ 46 സംഗീതത്തിനും അതിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയത് സൈന്യങ്ങളെയൊക്കെ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ വീട്ടിൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ നടത്തുമുള്ള ഇമ്മാനുവേൽ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നാം യാതൊന്നിനെ ഭയപ്പെടണമെന്നാണ് ഈ വചനം പറയുന്നത്. രക്തം ചെയ്യാൻ പ്രേരിച്ചോ. അതെ, നിങ്ങളുടെ സങ്കടങ്ങൾ കുടുംബത്തിനകത്തെ തകർച്ചയാണോ? ഭർത്താവിന്റെ മദ്യപാൻ, ഭാര്യയുടെ മർദ്ദവ, വഴിവിട്ട ജീവിതം, മക്കളെ വഴിവിട്ട ജീവിതം, സാമ്പത്തിക കടക്കടി, രോഗം, ബന്ധനങ്ങൾ, ഏതാണ് ഇതിന്റെ പ്രശ്നം? നീ കരങ്ങിയിരിക്കുന്ന വിഷയം ഏതാണ്? യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹൃദയം യേശു വിട്ടുകൊടുക്കുക. അവൻ നിന്നെ ഇന്ന് പകൽ വിടുവിക്കും.
അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണിയോട് സൂക്ഷിക്കും. എല്ലാ പ്രശ്നം പരിഹാരം കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൂടി സകല ജനത്തെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിശോധനകൾ, ഹല്ലേലൂയ, കടക്കണികൾ, കർത്താവ് മാരകമായ പ്രതിസന്ധികളാൽ, കേസുകൾ, കർത്താവ് വിവിധ കുടുംബജീവിതം തകർന്ന് മദ്യത്തിന് മയക്ക് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ, കർത്താവ് ജീവിത സമാധാനയുടെ സന്തോഷം, ആത്മഹത്യയുടെ വക്കിലേക്ക് അനുഭവ കുടുംബങ്ങൾ, പാപത്തിന്, ശാപത്തിന്, രോഗത്തിന് വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് ഹൃദയമേശുവിന്റെ വിട്ടുകൊടുത്ത് ഹൃദയസിംഹാസനത്തിൽ കർത്താവ് യാക്കോബിന്റെ ദൈവം വസിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. എല്ലാ കുടുംബത്തിലെ ശാപങ്ങളും പാപങ്ങളും മാറിപ്പോകട്ടെ. ലഹരിക്ക് അടിമകളായിട്ടുള്ള ജനം വിടിവിക്കപ്പെടട്ടെ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കും രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിൽ സകല ജനത്തെയും ഹല്ലേലൂയ, കർത്താവ് കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ സൈന്യത്തിനായി ഹല്ലേലൂയ, കർത്താവ് സൈന്യത്തിനായി ക്രമസമാധാന വലയം, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യ പോലീസ്, സെക്ഷൽ, ഫയർഫോഴ്സിനായി ജുഡീഷ്യൽ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ സമ്പത്ത് മേഖലയായിരിക്കുന്ന ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസം, എല്ലാ മേഖലയിലും ജനത്തിനായി പാടത്തും പറമ്പിലും കോറിയിൽ കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന മത്സ്യത്തിന്റെ ആഴക്കടലിൽ കടന്നുവരിക്കുന്ന കടലിലെ ആഴങ്ങൾ, ഖനികൾ, കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ യൂണിയനകത്ത് പണിയെടുക്കുന്നവർ, ഡ്രൈവേഴ്സിനെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നവർ, മദ്യത്തിന് മയക്കുലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, വഴിവിട്ട ജീവിതം നയിക്കുന്നവർ, ഇതുപോലെ മടങ്ങി വരട്ടെ. സകല അന്ധകാരത്തിലും ആവിചാരം മാത്രമേ കൂടെ സൂത്ര ശക്തികളാൽ തകർന്ന ജീവിതം നിരാശയിലായിരിക്കുന്ന ചിലവെല്ലാം വിടിവിക്കപ്പെടണമായി. കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരില്ല, വലിയ തലമുറയില്ലാതെ ഭാരം, വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർ, കുടുംബജീവിതം തകർന്നവർ, ലക്ഷക്കണക്കിന് കേസ് കുടുംബങ്ങൾ ഡിവോഴ്സിൽ കിടക്കുമ്പോൾ എല്ലാം നല്ല ദൈവം പ്രവർത്തിക്കണമേ. വിവിധ ക്രിമിനൽ കേസ് ഇളകപ്പെട്ട് കിടക്കുന്നവർ, വലിയ ചെറുവലിന്റെ വഴിവര കച്ചവടക്കാരെയും ഹല്ലേലൂയ, എല്ലാ വ്യാപാരി വ്യവസായ ക്ഷീരമേഖല, കാർഷിക മേഖലയായിരിക്കുന്നവർ, എല്ലാ കർഷക മേഖലയായിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സകല ജനത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ മാനസാന്തരപ്പെടുക, സുവിശേഷ വിരോധികൾക്ക് മാനസാന്തരം കൊടുക്കുവാൻ ഫറ സംവിധാനങ്ങൾ, നാട്ടുകൾ മാനസാന്തരം കൊടുക്കണമേ. സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ, സൈന്യമാരൊക്കെ മാനസാന്തരപ്പെടുവാൻ എല്ലാവരും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മതമേതർക്കും മാനസാന്തരം കൊടുക്കണമേ. അക്രമങ്ങൾ, അരാജകത്വം, മതത്തിന് പേര് രാഷ്ട്രീയം കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ അഴിച്ചുകൊണ്ട് അക്രമ രാജ്യത്വങ്ങൾ, രക്ത ചുരിച്ചിലുകളെ ഈ ജനത്തിന് സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ ബാല്യ കൗമാര യുവനത്തിൽ ആരംഭത്തിൽ അസമയാചകർ, തള്ളറായിരിക്കുന്നവർക്കായി അഥവാ വിദേശ രാജ്യം കർഷക നമ്പരപ്പെടുന്നവർ, വിസാഖിട്ട ഭാരപ്പെട്ട വാസ്തുവിനെ പ്രാർത്ഥിക്കുന്നവർ, മള്ളാതി കർഷക നാട്ടിൽ കടന്നവർ ഭാരപ്പെടുന്നവർ, ദേശരാജ്യ പീഡ അനുഭവിക്കുന്നവർ, കേസിലകപ്പെട്ട് കിടക്കുന്നവർ, തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, വിവിധ പരീക്ഷകൾക്ക്, ഇന്റർവ്യൂക്കൾ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളുണ്ട്. അവർക്ക് ജോലി കൊടുക്കണമേ. ജോലിയുടെ ജോലി നഷ്ടപ്പെട്ട ജോലി വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ഹല്ലേലൂയ, വിവിധ കടക്കണിയാൽ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുകയാണ്. ജനപാപം വിട്ട് മടങ്ങി വന്ന് യേശുവിന് വേണ്ടി ഹൃദയം പൊട്ടുത്ത് ദൈവത്താൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല പരിശോധനകളിലും സകല പ്രതികൂലങ്ങളിലും ജനം മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ രാജ്യം നേരിടുന്ന ഭീകരമാകുന്ന തീവ്രവാദത്തിന് കർത്താവ് സ്തോത്രം, വർഗീയ ജനരെ ഭാരതത്തെ വിടിവിക്കണമേ, ലോകരാശികളെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണപ്പാ. ഹല്ലേലൂയ, ലഹരി കഴിവിട്ടു പോയ ജനത്തെ വിടിവിക്കണമേ. ഇവിടുത്തെ മദ്യരൂപികൾ, മയക്കുമരുന്നുകൾ, കുടുംബങ്ങളെ തകർക്കും, തലമുറയെ തകർക്കുന്ന ഈ സാത്താന്റെ ശക്തികളെ ദൈവം സന്ദർശിക്കുന്നതായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ഈ ജനത്തെ വിടിവിക്കുന്ന സ്വന്തമാക്കണമേ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല വകുപ്പ് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.